സന്തോഷമായി, സന്തോഷം, വളരെ സന്തോഷം കേട്ടോ. മണിച്ചേട്ടന്റെ പേരിലുള്ള അവാർഡ് നമ്മുടെ MLA അംബിക മേഡം നൽകി. അതൊരു ഭാഗ്യം തന്നെയാണ്. നമ്മുടെ മണിയണ്ണൻ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. മണിമുത്തല്ലേ അല്ലേ, അത് കാരണം ഞാനുമായിട്ട് തന്നെ ചേട്ടൻ പിന്നെ ലംബോദര എന്നൊക്കെ പറയും. ഭയങ്കര കോമഡിയാ എന്നോടൊക്കെ. അത് മണിച്ചേട്ടന്റെ പേര് ഇപ്പൊ ആദ്യത്തെ രണ്ടാമത്തെ അവാർഡ്, രണ്ടാമത്തെ. മണിച്ചേട്ടൻ ഒരു പാട്ട് പാടി. മണിച്ചേട്ടനായിട്ട് സിനിമയിൽ പാടുന്നതിന് വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഫോണിലൂടെ സംസാരിക്കുക. ചാലക്കുടിയിൽ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്, സ്കൂളില് ബസ് വിതരണം, സ്കൂൾ ബസ് നൽകുന്ന സമയത്ത് ചേട്ടൻ ഉച്ചയ്ക്ക് ചോറ് വിളമ്പി തന്നു. രണ്ടു പ്രാവശ്യം പ്രോഗ്രാം തന്നിട്ടുണ്ട്. ദോഹയിൽ വെച്ച് നീണം സ്വരളയ അവാർഡിന് മണിച്ചേട്ടനും ഉണ്ടായിരുന്നു. അടുത്ത് വന്നപ്പോ എന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് വന്ന് നല്ല രസമാട്ടോ. നിങ്ങളെപ്പോഴും ഫോണിൽ വിളിക്കുമായിരുന്നു. മൂന്നാം നാൾ എന്നുള്ള സിനിമയിലെ പാട്ട് ഓർമ്മയില്ല, മണിച്ചേട്ടൻ സിനിമ പാടിയായിരുന്നു. അത് പിന്നെ വന്നോ ഇല്ലെന്ന് അറിയില്ല, അത് കേട്ടെങ്കിൽ അത് ഓർമ്മ വന്നു. അതൊരു കാറ്റേ കാറ്റേയും പാടിക്കുമായിരുന്നു. കാറ്റേ കാറ്റേന്ന് പഠിക്കേ പഠിക്കേ ഫോണിലൂടെ പാടിക്കുമായിരുന്നു. ഓടപ്പഴം പോലൊരു പെണ്ണിനോ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ വലഞ്ഞോനാണ്ട്യ, ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച കാരണോ ഇന്നെന്റെ വീട്ടില്, ഇന്നെന്റെ വീട്ടില് കല്യാണാലങ്കാരോ, ഇന്നെന്റെ വീട്ടില് കണ്ണീരാണ്ടിയ. ഓടപ്പഴം പോലൊരു, ഓടപ്പഴം പോലൊരു, ഓടപ്പഴം പോലൊരു പെണ്ണിനോ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ വലഞ്ഞോനാണ്ടിയ.